₹4 लेगा. ഇതിപ്പോ എന്താ ഒരു നേവിക്കൾ, അതും കർണാടകത്തിൽ നിന്ന്. കുരിയച്ചൻ നേവിക്കാർക്കും പട്ടിക്കുള്ള സപ്ലൈ ഇടപാടുണ്ടായിരുന്നു മംഗലാപുരത്ത്. നേവിയിലും ഡോഗ് സ്ക്വാഡ് ഉണ്ടോ? പട്ടാളത്തിലൊക്കെ ഉണ്ടത്രേ. അപ്പൊ പിന്നെ നേവിയിലും കാണാതിരിക്കില്ലേ? നേവിയിൽ അങ്ങനെ സ്ക്വാഡായിട്ടൊക്കെ ഉണ്ടോ? ആ, ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും. ചേടാ, പുള്ളി ഇത് ബ്രീഡ് ചെയ്ത് എവിടെ വരെ പോയി? ब्रीडिंग कराता है उसमें. പോലീസുകാർ ജീവനോട് തപ്പിയെടുത്ത നേവിക്കാരൻ എന്തോ കള്ളക്കളി പുറത്തു വരാനുണ്ട്. പാപ്പച്ചാറ് പറഞ്ഞാണേ. അപ്പൊ വരവ് ഒഫീഷ്യൽ ആവാൻ ചാൻസ് ഇല്ല. സത്യം. ആള് കുറച്ച് നാളായിട്ട് സസ്പെൻഷനല്ലേ. കേസ് എന്ന് പറഞ്ഞു. കേസ് കുരിയച്ചൻ വാ തുറന്നു കഴിഞ്ഞാൽ നേവിക്കാരൻ പെട്ടോന്ന് എന്താ കേസ് അത്ര അറിയാം. പണിയും പോവും, ചിലപ്പോ അകത്തു പോകും. വലിയ വലിയ ടീമുകളിലോട്ടായിരുന്നു കുര്യച്ചൻ എപ്പോഴും കണക്ഷൻ. അങ്ങനെ കുറയ്ക്കാനും എല്ലാത്തിനും ഊരി പോകുന്നത്. പക്ഷേ ഒരെണ്ണത്തെ കേസിൽ പറ്റി നാറിയ ഇതാവസ്ഥ. കൈയൊഴിയുന്നത് മാത്രമല്ല, കൂടെ നിന്നവന്മാർ എന്നെ ചിലപ്പോൾ തീർക്കാനും തോന്നും. ഇനിയും വലിയ ആവശ്യക്കാർ. കുറെ നാൾ മുമ്പ് മോഹൻ പോത്തൻ കാട് കയറിയാലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോഹൻ പോത്തര ആ നീ ഇവിടെ വരുന്നതിന് മുമ്പ് മോക്ക് ഓർമ്മയില്ലേ? അങ്ങേരും കുര്യച്ചന് വേണ്ടി തന്നെ വന്നതായിരുന്നു ഉറപ്പാ. നിന്റെ ഈ നേവിക്കാരന് വേണ്ടിയുള്ള സീയടി പണിയൊക്കെ കൊള്ളാം. പക്ഷെ നീ ചേട്ടത്തിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ പിള്ളേരുകളെയൊക്കെ കൊടുക്കണം. പലജാതി ടീമുകളാണ് കറങ്ങിയെടുക്കുന്നത്. ആ കാട്ടുകൂന്നാണെങ്കിൽ കാറ്റ് വിസിലടിക്കുന്ന സ്ഥലം. കരഞ്ഞാൽ പോലും ആരും കേൾക്കുക. അല്ല, കാലത്ത് ഞാൻ കാറി കയറിയപ്പോഴേ ബൾബ് താഴെ പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടായിരുന്നു. ആ പൊട്ടിക്കിടക്കുന്നുണ്ടെന്ന്. അത് തന്നെ. ഏത് തന്നെ? അതയാളുടെ കയ്യിൽ നിന്ന് വീണായിരിക്കും. കയ്യിൽ നിന്ന് അബദ്ധത്തിൽ താഴെ വീണ് പൊട്ടുവാണെങ്കിൽ തൊട്ട് കഴിയുള്ള പൊന്തക്കടലേ വീഴുള്ളൂ. 8 അടി മാരെയുള്ള കരിങ്കല്ലിൽ എങ്ങനെ വീഴുന്നത്? കാരണം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ കാര്യപ്രാപ്തി ഉണ്ടാക്കിയത്. ഇപ്പൊ എന്റെ പ്രശ്നം कुछ प्लान रहा होगा शायद किसी का. देखा ना उसने बल्ब. तो वो आदमी गया वहां से छाता लेके. इधर वो आदमी आ रहा है. वो गायब हो गया. कहाँ गया? वो भाग गया. भाग गया तो पीछा कर रहा है उसका. नहीं, अपनी माँ के पास जा रहा है शायद वो, जिनकी वो देखभाल करता है. अपनी माँ भी नहीं है उसकी. लेडी के पास जा रहा है. कहाँ गई इसकी मम्मी? पता नहीं क्या कर दिया उसने. जिंदा है. नहीं, तो जिंदा है. ये तो उसके बच्चे. ചേട്ടത്തി ഇങ്ങോട്ട് ആരെങ്കിലും വന്നായിരുന്നോ? ഇങ്ങോട്ടോ? ആ, ഒരാൾ ഇറക്കിറങ്ങി പോണോണ്ട് ഭാഗത്ത് വേറെ വരാനാ. ചോദിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചിട്ട് നിന്നില്ലെന്നേ. വീട്ടിലേക്ക് ആരും വന്നിട്ടില്ല. ഇനി പട്ടികളെ കണ്ട് പേടിച്ചോട്ടോ. पता नहीं क्या किया वो. കാണാൻ എങ്ങനെയിരിക്കും? ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ കണ്ടത്. പിന്നെ ആൾ ഓടിയപ്പോഴാണല്ലോ സംശയം തുടങ്ങിയത്. കുരിയച്ചൻ എങ്ങനാ ഈ നെക്സൽസിന്റെ റഡാറിൽ? സാറിന്റെ റഡാറിൽ എങ്ങനെ വന്നെന്ന് സാർ നീ പറഞ്ഞില്ലല്ലോ. വാട്ടർ സിസ്റ്റം ആണോ? ഒന്നിച്ചിറങ്ങിയതല്ലേ, അങ്ങനെ വേണ്ടേ? ഞാൻ നന്നായി ചിരിക്കും പാപ്പച്ച, സോഫ്റ്റായി സംസാരിക്കും. അമ്മച്ചി പഠിപ്പിച്ചതാ. എന്നും വെച്ച് ഇയാൾ ഇങ്ങനെയാണെന്ന് കരുതി കിന്നാരത്തിന് വരരുത്. ഇവിടെ ഒരുത്തനെ കൂട്ടിന് കിട്ടുന്ന പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ മംഗലാപുരത്ത് നിന്ന് ഇറങ്ങിയത്. സോ ക്വസ്റ്റ്യൻസ് വേണ്ട, ആൻസേഴ്സ് മതി. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം.
സർവീസിലിരുന്ന കാലം മുഴുവൻ ഞാൻ ആഗ്രഹിച്ചതാ കുര്യച്ചനൊന്ന് പെട്ട് കാണാൻ. ഇനി സാറ് വഴിക്ക അതിന്റെ കോളങ്കില് ബാപ്പച്ചൻ കൂടെ നിൽക്കും. അതിന് കമ്മീഷൻ വേണ്ട. കുര്യച്ചൻ സൈഡ് പറഞ്ഞല്ലോ എസ്റ്റേറ്റും സ്വത്തുമൊക്കെ ഉണ്ട് കുര്യച്ചന്. ആ വകുപ്പിലായിരിക്കുന്ന അക്ഷൽസ് പിന്നാലെ കൂടിയെന്നാ ആദ്യം കരുതി. അല്ലേ? സാറ് കക്കയം പോലീസ് ക്യാമ്പ് കേട്ട് കാണുമല്ലോ അല്ലേ? തായ്ശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്ന കാലത്ത് കുര്യച്ചന്റെ കുറെ അടുപ്പക്കാർ ക്യാമ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. നാട്ടിലെ കുന്തീരടി മടുക്കുമ്പോ കുര്യച്ചൻ ഇടയ്ക്കേക്ക് അങ്ങോട്ടില്ല, ഒരു പട്ടിയും കൊണ്ട്. കുറെ പേരന്ന് നക്സൽ ലേബൽ അകത്തായിരുന്നല്ലോ. ഉരുട്ടി പദം വരുമ്പോ ഒരു സമയം ഒരാളെ വെച്ച് ഒരു മുറിയിലോട്ട് കയറ്റിവിടും. വാതില് പുറത്തുനിന്ന് बता रहे हैं उनकी सच्चाई. ये पुलिस അകത്താ കയറിയ ആളും കുര്യച്ചനും പിന്നെ പട്ടി മാത്രം. കുര്യച്ചൻ അസാധ്യ ഡോക്ടർ എന്തായിരുന്നു അറിയാലോ. പറയുന്ന എന്തും പട്ടി ചെയ്യും. അന്ന് കുര്യച്ചൻ എന്തൊക്കെ പറഞ്ഞെന്നോ ആ പട്ടി എന്തൊക്കെ ചെയ്തെന്നോ അന്ന് ആ മുറിയിൽ കയറി അനുഭവിച്ചവർക്ക് മാത്രമേ ഇന്നും അറിയൂ. डॉक्टर ഞാൻ ആ करता हो കാലത്ത് അവിടെ ഡ്രൈവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. अच्छा ड्राइवर था ये. तभी उसको पता है उनके बारे में थोड़ा. ചവിട്ടങ്ങ് ടേക്കുന്നില്ലല്ലോ പാപ്പച്ച. ब्रेक फेल हो गया. കേബിൾ അർത്ഥ പോലുണ്ട്. ओह केबल काट दिया जाए. अरे कैसा हो गया? അല്ലാതെ ഞാൻ എങ്ങും പോകുന്നില്ല കുര്യച്ച. वो आदमी कुरियचन तो नहीं था मैं जो छाते में लेके जा रहा था. बच गया. वरना खाए में चला गई गाड़ी. बच गया. खुश हो गया. पेड़ नहीं होता उससे नीचे जाता. कुरियचन ने किया होगा उनकी ब्रेक काट दी गाड़ी. ये कुरियचन की फोटो ना. ഇങ്ങനെ ഒച്ചില്ലാതെ നിക്കലേ ഏട്ടത്തി. अच्छा तो मेरा സത്യത്തിൽ ചേട്ടത്തിക്ക് കൂടോത്രം വല്ലതും ഉണ്ടോ? കൂടോത്രോ? ആ മലേഷ്യൻ കൂടോത്രം അങ്ങനെ ഒരു പറച്ചിലുണ്ട്. കൊല്ലം കുറേ ആയി വന്നിട്ട് വല്ലതും അറിയാമെങ്കിൽ തന്നെ ഇപ്പൊ അതൊക്കെ മറന്നു പോയില്ലേ? എന്നാലും ഇത്രയെങ്കിലും ഓർക്കാതിരിക്കോ? ആണെന്റെ ഓർമ്മ എന്ന് പറയുന്നത് അതൊക്കെയല്ലേ കാണുള്ളൂ. നൊസ്റ്റാൾജിയ വന്നാ ഇവിടെ വന്നേ പിന്നെ അങ്ങോട്ട് പോണെന്ന് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടിപ്പോ എന്നാത്തിനാ? പഴയ സ്ഥലമൊക്കെ കാണാലോ. തിരിഞ്ഞു നോക്കാത്ത മക്കളും ചേട്ടത്തേക്ക് മേടിക്കണ്ട, ഫുൾ ഫ്രീഡം. ഉള്ളതിൽ കുറച്ച് സ്ഥലം എടുത്ത് വിൽക്കുക, ബാക്കി കാശ് കൊണ്ട് മലേഷ്യക്ക് പറക്കുക. यहाँ क्यों रहती है? പഴയ പരിചയക്കാരൊക്കെ ഓം ഐഡിയ ഫ്ലാറ്റിന്ന് വിളിച്ചോണ്ടിരും കാണുമ്പോ. അതെന്റെ പേരാന്നാണോ കരുതിയേക്കുന്നേ?
എടാ പൊണ്ണ, अच्छा मलाती इसका നാട്ടുകാർ उसकी मम्मी അവരുടെ നാക്കിന് വഴങ്ങുന്നൊരു പേരിട്ടതല്ലേ. മലേഷ്യക്കാരി ആദ്യം മലാത്തിക്കാരിയായി, പിന്നെ അത് മ്ലാത്തിയായി. അപ്പൊ ചേട്ടത്തിയുടെ ശരിക്കും വരണമായിരുന്നു. ചേട്ടത്തി ചേട്ടത്തിയ പ്ലെയിൻ കയറിയാ? ये इसी लड़की की फोटो थी ना लगी हुई, तो यानी ये इसकी वाइफ है और ये उसकी माँ है. इसी ने यहाँ रखा उस लेडी को. इस सैलरी कार्ड कौन है मिलने? ശമ്പളം എണ്ണി വെച്ചാൽ മാത്രം മതിയോടാ, അത് തരുന്നതിനെ കണ്ടല്ലോ അറിയണ്ടേ. അയ്യോ ഇപ്പൊ അങ്ങനെ अच्छा ഈ 100 रुपये लेता हो. पहचान में नोज അമ്മച്ചി അതല്ല. കുഴി വെട്ടാറായെന്നാണോ? ആവുമ്പോ ഇവിടുന്ന് ആരേലും കമ്പി അടിക്കും. അതന്വേഷിക്കാൻ ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടും ഒന്നും വേണ്ട. പിയൂസ് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞോട്ട്. ആ എബിച്ചേട്ടാ കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നു. അപ്പന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എടാ നീ ഒന്ന് പുറത്തോട്ട് തന്നെ. അവൻ ഇവിടെ തന്നെ നിൽക്കും. അല്ല ഞാൻ കാപ്പി എടുക്കാം. കാപ്പിയൊക്കെ അവൻ പോണ വഴി കുടിച്ചോളും. ജോപ്പൻ വന്ന കാര്യം പറയാൻ നോക്കാം. അമ്മച്ചി അതെന്നാന്ന് വെച്ചാ കാണാതായിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ മരിച്ചതിന് തുല്യമായിട്ട് കണക്കാക്കാന്നാ നിയമം. പേരിന് കാര്യം പറഞ്ഞൊന്ന് ഗസറ്റിൽ കൊടുക്കണം. 1 മാസം കഴിഞ്ഞ രജിസ്ട്രേഷൻ അടക്കം ഉണ്ടാവില്ല. ഈ വീടിന്റെയും സ്ഥലത്തിന്റെയൊക്കെ അപ്പന്റെ വേറെ വീട്ടുകാരെല്ലാം അന്വേഷിച്ച് പിടിച്ചിരുന്ന കാര്യം നടത്തണം ചേട്ടായി പറയുന്നത്. ഈ വീടും സ്ഥലവും കുര്യച്ചൻ എന്റെ പേര് ബില്ല് എഴുതിയതാ. बेटा അതൊക്കെ അതെ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും ലീഗൽ ഹെയർ ഒബ്ജക്ഷനെ കൊണ്ടുവന്ന് പ്രോപ്പർട്ടി കേസിൽ കിടന്നു പോയാലോ? കൈമാറ്റത്തിന് ഡിലേ വന്നാലും പ്രശ്നമല്ലേ? ജോപ്പ, ഇവിടുത്തെ കാര്യം എങ്ങനെ ചെയ്യണമെന്ന് അമ്മച്ചി എന്ത് തീരുമാനിച്ചിട്ടുണ്ട്. മക്കള് രണ്ടും സ്വന്തം കാര്യം നോക്കി ബോംബെയിലോ ഗൾഫിലോ എവിടാന്ന് വെച്ചാ പോയി കേടാ. ഇനി കുഴിവെട്ടിന്റെ കമ്പി വരുമ്പോ പോലും തിരക്കാണേ പറഞ്ഞില്ല. सबको प्रॉपर्टी की पड़ी है और शायद उन्होंने अपनी माँ को इसलिए रखा ना. ഞാൻ മനഃപൂർവ്വം ഉണ്ടാകാത്തതാണ്. തന്തയോടൊപ്പം കഴിഞ്ഞതിന്റെ മൂച്ച് അതേപടി ഇട്ടിട്ടുണ്ട് അമ്മച്ചിക്ക്. ചേട്ടാ പെട്ടെന്നൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ മല കിടന്ന് എന്തോ പോയിന്റ്. കഴിഞ്ഞ ദിവസം തലറങ്ങിയപ്പോ തന്നെ ടെൻഷനായി പോയി. ആയില്ലേ? അതാ ഞാൻ പറഞ്ഞേ. പക്ഷെ ഇപ്പൊ ലെവലായി. ഇനി ഇറങ്ങുമ്പോ ലെവലായില്ലെങ്കിലോ? പക്ഷെ ചേട്ടാ ഞാൻ പറഞ്ഞതൊന്നും. എടാ ഒരു മയത്തിന് മതി. നീ വാ. ഇനി ഞങ്ങളോട് നിൽക്കണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇരിക്കണ്ട. ടൗണിൽ വീട് വല്ലതും എടുത്തു കൊടുത്തേക്കാം. അവിടെ നിന്നോട്ടെ. അല്ല വേണ്ട. ഇരിക്കട്ടാ. प्यारे डॉग है. കള്ളപ്പെട്ട എവിടെ? ആ, ഇത് നിങ്ങളെവിടെ എങ്ങനെ ഇട്ടിട്ട് സർക്കിട്ട് പോയാ? കുഞ്ഞുണ്ടായെന്ന് വെച്ചാൽ അതിന് സ്വന്തം കാര്യമൊന്നും നോക്കണ്ടേ? ഇതാ ഞാൻ അന്നേ പറഞ്ഞത്. എന്റേത് സഹിക്കാനുള്ള നമുക്ക് കൊടുക്കാന്ന്. തീറ്റ കൊടുക്കലൊക്കെ ഒരുമാതിരി ഓണർഷിപ്പ് സ്ഥാപിക്കല. അവർക്ക് ഇതിന് എത്ര നാളിങ്ങനെ മുതൽ കൊടുക്കേണ്ടി വരും? 1.5 മാസം കിട്ടിയാ നല്ലത്. ഷാജേട്ടൻ കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് പറ്റുമെന്ന്. അയാൾ എന്തിനാ ഇതിന്റെ പേര് അന്വേഷിക്കുന്നേ? പുള്ളിവർണ്ണത്തിനെ വളർത്താൻ ചോദിച്ചായിരുന്നു. നീ വേണേ കൂടെ പോയി വളർന്നു. ഇതിനെ കൊണ്ടുപോകാനൊക്കെ ചേട്ടന്റെ പൊട്ടിയൊന്നുമല്ലല്ലോ. പറയാനോടൊന്നും കിടന്നല്ലേ ഉള്ളൂ. തർക്കിക്കണ്ട വീസേ. ഒരു വീട്ടിൽ വളർത്താനേ ചോദിച്ചത്. വളർത്താൻ ഒന്നുകിൽ കൂട്ടിലിട്ട് പൂട്ടും, അല്ലെ ചങ്ങലക്കിടും. ഇതല്ലേ വളർത്തല്. പിന്നെ പട്ടിനെ അങ്ങനെയല്ലേ വളർത്താറ്? ഞാനങ്ങനെ വളർത്തുന്നില്ലല്ലോ. കുറ്റക്കാരെ തടവിലിടുന്ന പോലാണോ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ ജീവിക്കേണ്ട പട്ടിയെ കൂട്ടിലോ ചങ്ങലയിലോ ഇടുന്നത്?
अच्छी औरत है ये കൊടുക്കണ്ട നിനക്ക് കാശ് വല്ലതും തന്നോ? ഏ ജോബൻ കൈക്കൂലി വല്ലതും തന്നോ? झूठ बोल रहा है। പിടിപ്പിച്ചതാ എത്രയുണ്ട്? മാനം കളയാനായിട്ട് ഈ കാര്യത്തിന്റെ ഗുണമൊന്നും അവന് കിട്ടിയിട്ടില്ല. ചോപ്പൻ ചേട്ടായി കുരിയാച്ചി നടന്ന രസത്തിലല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വളർത്തിയത്. കുരിയച്ചന് പിന്നെ എല്ലാത്തിനേക്കാളും കാര്യമൊക്കെ പട്ടികളെയാ. ഈ പട്ടികളെ നോക്കി വന്നപ്പോഴാ എന്നെ പോലും ആദ്യമായി കാണുന്നത്. അതറിയോ? അതെന്താ സംഭവം? മലയാള ഭാഷയിൽ എന്തോ ഒരു പേര് പറയാറുണ്ട്. അന്നവിടെ ചിലയിടത്തൊക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു ഇനമാണ്. പേരെന്താവട്ടെ? ചിലര് തോട്ടങ്ങളിൽ ഇതുങ്ങളെ വളർത്തും, കള്ളന്മാരും പന്നികളും കയറാണ്ടിരിക്കാൻ. അല്ല ഈ മലേഷ്യൻ പട്ടികൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ വന്ന് എത്തി? ഞാൻ എങ്ങനെ എത്തിയോ അങ്ങനെ തന്നെ അവരും എത്തി. പണ്ടതൊക്കെ പതിവായിരുന്നു, അങ്ങോട്ട് പോക്കും തിരിച്ചു വരവും. മദ്രാശിയിൽ നിന്ന് നാഗപട്ടണത്തു നിന്നും അന്ന് 2 ആഴ്ച കൂടുമ്പോൾ കപ്പലുണ്ടായിരുന്നു മലേഷ്യക്ക്. അറിയാം, പണ്ട് പത്തനംതിട്ടയിൽ നിന്നും കുറെ പേര് മലേഷ്യക്ക് പോറുണ്ടായിരുന്നു റബ്ബർ തോട്ടത്തിലെ പണിക്ക്. സ്ഥലം കേരളം കൂട്ട് തന്നെയാണല്ലേ? കുറേയൊക്കെ പോകുന്നവരധികവും മരപ്പണിക്കും റബ്ബർ തോട്ടത്തിലും തേയിലത്തോട്ടത്തിലും ഒക്കെ കൂടാൻ പോകുന്നവരാ. ഇതിലൊന്നും പെടാത്തൊരു പണിക്ക് വന്ന് കുരിയച്ചന. अब दिखाएंगे शायद पूरे जन ये फल तोड़ रहे हो? The Japanese divisions are facing heavy resistance as Allied forces press forward, capturing key towns and supply routes. Rice rationing is already in effect in Malaya to conserve supplies. Meanwhile, in Europe, Hitler has ordered intensified airstrikes, pressing his campaigns across the Balkans. नहीं है कुरेचन, ये इसकी वाइफ होगी। Saya bertemu mereka di Taiping. Mereka berasal dari India. ना ये है कुरेचन ये रहा। മോഹൻ, Bagaimana ini berlaku? why don't you take care of your wife as if she's your wife? Sila masuk. Come inside. Mereka tahu sedikit bahasa Melayu. Kenapa anjing itu tidak menyala kepada mereka? Sebab saya ada bersama mereka. Come, sit, sir. They are dog experts. Mereka datang ke Malaya to study dogs. Study? Tugas mereka adalah untuk mengkaji anjing dan membangunkan pakai yang baru. They even supply dogs Malaysia to वाले हैं। military and police in India. She's wondering what strange job you do. War stuff. All farming loss. No one buy. No money, no price. Kebanyakan orang लोग pun खरीदने आ रहे थे शायद वहाँ pergi से। dari sini. Rumah yang terdekat pun 5 atau 10 km. For me, set up some money, move house to city. Malahan dog business lah salah satu rancangan daripadanya. Only 1 week old. വന്നിറങ്ങിയിട്ട് 2 ആഴ്ചയായി. സകലമാന ഊരുകളിലും കറങ്ങി തെണ്ടി തിരിഞ്ഞിട്ട് ഇപ്പോഴാ ഇതിന്റെ ഒരു പ്യൂർ ബ്രീഡിനെ. But the price you ask for is still a bit too high. Sir, listen to Korean, sir. My dogs, very, very pure. My father, grandfather, for generations breeding dog. No look outside dog, baby's face.